നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാതവന്ദനം. ന ഗുരോരധികം തത്വം ന ഗുരോരധികം തവ തത്വജ്ഞാനാത്വരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമ. ജ്ഞാനപാനാമൃതത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ജന്മജന്മാന്തരങ്ങളും അതിനെപ്പറ്റിയും അതിനു മുമ്പ് 10 മാസം അമ്മയുടെ വയറ്റിൽ കഴിഞ്ഞതും അത് കഴിഞ്ഞ് 12 വർഷത്തോളം കൗമാരപ്രായത്തിൽ ഒന്നും അറിയാതെ നടന്നതും അത് കഴിഞ്ഞ് വേണ്ടവിധം മനുഷ്യയെ ഉപയോഗിക്കാതെ കടന്നുപോയതുമൊക്കെയാണ് പറഞ്ഞത്. ഇനി എന്തു പറയുന്നുവെന്ന് നമുക്ക് നോക്കാം. ഇത്ര കാലമീരിക്കുമിനിയെന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ. നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു. ഓർത്തോറിയാതെ പാടുപെടും നേരം നേർത്തു പോകുമതെന്നേ പറയാവൂ. അത്രമാത്രമിരിക്കുന്ന നേരത്തു കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. ഇവിടെ ക്ഷണികമായ മരണത്തെക്കുറിച്ചാണ് കവി പറയുന്നത്. ഇനി എത്ര കാലം ജീവിച്ചിരിക്കുന്നുവെന്ന് ഒരാൾക്കും നിശ്ചയിക്കാൻ സാധിക്കില്ല, പറയാൻ സാധിക്കില്ല. വെള്ളത്തിലെ കുമിള പോലെ, നീർക്കുമിള പോലെ ക്ഷണഭങ്കുരമായി ദേഹത്തിൽ ശ്വാസോച്ഛ്വാസം മാത്രമാണ് ജീവൻ്റെ ലക്ഷണമായി നാം കാണുന്നത്. ഒട്ടും ഓർത്തിരിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കെ നാം ജീവിക്കുവാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു, അതിനെപ്പറ്റി സൂചിപ്പിക്കുകയാണ്. അത് പെട്ടെന്ന് നിന്ന് പോയേക്കാം. ചിലപ്പോൾ കഠിനാധ്വാനം ചെയ്ത് നല്ലൊരു നിലയിലെത്താനായി ശ്രമിച്ച് അതിൻ്റെ പരിസമാപ്തിയാവുന്നതിന് മുമ്പ് ദേഹം പിടിഞ്ഞ് പോകേണ്ടി വരും. അതാണ് സൂചിപ്പിക്കുന്നത്. നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണം സംഭവിച്ചേക്കാം. എന്നിരുന്നാലും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഭഗവൻ നാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ജീവിക്കുവാൻ പോലും പലർക്കും തോന്നുന്നില്ല. കഷ്ടം തന്നെയാണ്. കവി ആത്മകഥം പറയുകയാണ്. ജീവൻ ത്യജിക്കുന്ന സമയത്ത് ഭഗവാനെ സ്മരിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് സൽഗതിക്ക് വഴിവെക്കും. എന്നാൽ എപ്പോഴാണ് ജീവൻ ത്യജിക്കുക എന്നത് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അത് അപ്രതീക്ഷിതമായും പെട്ടെന്നും സംഭവിക്കാം. പണ്ടൊരാൾ പറഞ്ഞിട്ടുള്ളൊരു വാചകം ഓർമ്മ വരുന്നു. ജീവിതമാകുന്ന നാടകത്തിൽ രംഗബോധമില്ലാതെ കടന്നു വരുന്നൊരു കോമാളി ആയിട്ടാണ് മരണത്തെ ഊമിച്ചിരിക്കുന്നത്. അതിനാൽ സദാസമയവും ഭഗവൻ നാമങ്ങളെ സ്മരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക മാത്രമേ നിവൃത്തിയുള്ളൂ. എന്നാൽ തന്നെ അങ്ങനെ ചെയ്താൽ തന്നെ മരണത്തിന് മുമ്പ് ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജീവൻ വെടിയുക എന്നത് അസാധ്യമായിരിക്കും. ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഭഗവാനെ ഓർക്കും? എങ്കിലും ബോധമുള്ള സമയത്തോളം ഭഗവത് സ്മരണ കൊണ്ട് നടക്കുക തന്നെയാണ് വേണ്ടത്. ഉദാഹരണമായി പറഞ്ഞാൽ കഠ്വാംഗ രാജാവ്, പരീക്ഷിത് മഹാരാജാവ്, ഭീഷ്മാചാര്യർ, ശരഭംഗ മഹർഷി എന്നിങ്ങനെയുള്ള ചില പുണ്യാത്മാക്കൾക്ക് ഭഗവത് സ്മൃതിയോടും ഭഗവത് ദർശനത്തോടും കൂടി ദേഹത്യാഗം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഈ ജ്ഞാനപാന രചിച്ച പൂന്താനത്തിന്, ഭക്തകവിക്ക് ഉടലോടെ സ്വർഗത്ത് പോകാൻ കഴിഞ്ഞുവെന്നാണ് പൂർവികർ പറഞ്ഞ് നാം കേട്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഉദാഹരണവും. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യർ വ്യത്യസ്ത രീതികളിലാണ് ജീവിതം നയിക്കുന്നതെന്ന് കവി പറഞ്ഞു വയ്ക്കുകയാണ്. അതിൽ നല്ല മരണം സംഭവിക്കുന്ന സമയത്തിന് ശേഷവും സംഭവിക്കുമ്പോഴും എന്ത് ചെയ്താൽ നേരെ നല്ല ഉണ്ടാകും എന്ന് കവി പറയുന്നത് നാമസങ്കീർത്തനം. നേരത്തെയും പറഞ്ഞു, പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ എപ്പോഴും നാമസങ്കീർത്തനം, ഭഗവത് സ്മരണകൾ മാത്രമാണ് ഇതിനൊരു പോംവഴി എന്ന് കവി പറയുകയും ചെയ്യുന്നുണ്ട്. ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗുരു പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു.
ശാന്തിയും സമാധാനവും നിറഞ്ഞ സന്തോഷപൂർണ്ണമായ ഒരു ശുഭസുദിനം നിങ്ങൾക്ക് ഏവർക്കും സർവേശ്വരൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. അടുത്ത വരികളുമായി അടുത്ത ദിവസം കാണാൻ ഭഗവാൻ അനുവദിക്കട്ടെ, ദയവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭസുദിനം.